ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഷാജി നമുക്ക് ഒരു മുതൽക്കൂട്ടായിരുന്നു. ജോർജിനെ പറ്റി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ മാസം 25-ാം തീയതിയാണ് ശ്രീകുമാറിനെയും നിജിയെയും കണ്ടതുപോലെ അന്ന് തന്നെയാണ് ഫെലിക്സിനെയും എന്നെയും കൂട്ടിക്കൊണ്ട് ശ്രീകുമാറും നിജിയും ജോർജിന്റെ വീട്ടിലേക്ക് പോകുന്നത്. ഞങ്ങളോട് പറഞ്ഞു വളരെ ജോഡിയായ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ചെന്നപ്പോഴേ വളരെ ശരിയായിട്ട് കാണുകയുണ്ടായി. ഒരു നിഷ്കപടനായ അല്ലെങ്കിൽ ഒരു ജോഡി ടൈപ്പായിട്ടുള്ള ഒരു ചുറുചുറുക്കുള്ള ഒരു ചുണക്കുട്ടിയായ ഒരു നമുക്ക് തികച്ചും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ, ഒരു യുവാവിനെ, ഒരു കൂട്ടുകാരനെ ഞങ്ങളവിടെ കാണുകയായിരുന്നു. പിറ്റേ ദിവസം തന്നെ ഞങ്ങളോടൊപ്പം ഫ്ലാറ്റ് അന്വേഷിച്ച് ഞങ്ങളോടൊപ്പം കുറെ ദൂരം, അതായത് സെപ്റ്റംബർ 26-ാം തീയതി ഞങ്ങളോടൊപ്പം കുറെ ദൂരം നടന്നു വരാനും സന്മനസ് കാട്ടി. അതിനുശേഷം ഞാൻ ആശുപത്രിയിൽ കിടക്കുമ്പോഴേ എനിക്ക് വളരെ വിഷമമുണ്ടായിരുന്നു. ഒരു കാരണം എന്റെ ഒരു കുടുംബജീവിതത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ചില കാര്യങ്ങളുണ്ട്. അതായത് എന്ത് കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും എന്റെ വൈഫുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. പക്ഷെ അപകടം സംഭവിച്ചപ്പോഴേ അപകടത്തിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ അപകടത്തിന്റെ കാര്യം വൈഫിനോട് സംസാരിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വിഷമിച്ച് കിടക്കുമ്പോഴാണ് എനിക്ക് ഫെലിക്സ് സിം കാർഡ് കൊണ്ടു തന്നു. പക്ഷെ സിം കാർഡ് മാത്രം പോരായല്ലോ, മൊബൈൽ ഫോൺ വേണം. ഞാൻ ആരോടും ചോദിച്ചില്ല, പറഞ്ഞില്ല. പക്ഷെങ്കില് ആ സമയത്ത് അവിടെ എത്തിയ ജോർജിന് മനസ്സിലായി എനിക്ക് മൊബൈൽ ഫോൺ ഇല്ല, സിം കാർഡ് ഉണ്ടെന്ന്. ഉടനെ തന്നെ പോയി തന്റെ വീട്ടിൽ നിന്ന് അരിച്ചു പെറുക്കിയെടുത്ത് ഒരു വളരെ മനോഹരമായി വർക്ക് ചെയ്യുന്ന നോക്കിയയുടെ ഒരു മൊബൈൽ ഫോൺ കൊണ്ടുവന്നിട്ട് എനിക്ക് തന്ന് ആ സിം കാർഡ് ഉള്ളിലിട്ട് തന്ന് എന്റെ വൈഫിന് മെസ്സേജ് അയച്ച്, എന്റെ നമ്പർ മെസ്സേജ് അയച്ചു. എന്നിട്ട് അന്ന് അർദ്ധരാത്രിയില് എന്റെ വൈഫിനോട് വിളിച്ച് പറഞ്ഞു, ഇതാണ് ജോൺ